ഇതൊക്കെ ഒരു സ്റ്റോറി ഇല്ല, ചുമ്മാ ഒരു ഫോട്ടോ ഉള്ളതാണ്. ഇതെന്നെ കാണിക്കണില്ലേ? ഇത് 1978 കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എനിക്ക് 1ാം സമ്മാനം കിട്ടിയ ആ ദിവസം എടുത്തൊരു ഫോട്ടോ ആണ്. അത് എൻ്റെ റോൾ നമ്പർ 48 ആയിരുന്നു. എൻ്റെ ലക്കി നമ്പർ ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഈ ഒരു മത്സരത്തിൽ. SPB സാറ് ശരിക്കൊരു ഇൻസ്പിറേഷനാണ്, ഗുരുസ്ഥാനീയനാണ്. ഭാഷ എനിക്ക് പഠിപ്പിച്ചത് SPB സാറാണ്. ഓഡിയൻസിനെ രസിപ്പിക്കാൻ വേണ്ടി എന്നെ ചിലപ്പോൾ ഇതുപോലെ തന്നെ കളിയാക്കാറുണ്ട്. ഓഡിയൻസ് ഒക്കെ അത് രസിക്കാറുമുണ്ട്. പിന്നെ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് പറയാം, അമ്മ ഒന്നും തപ്പാൻ നനച്ചിക്കാതെ എല്ലാവരും എൻജോയ് പണുവാങ്ക, അതുക്ക് തന്നെ അപ്പടി പണ്ടറേ എന്ന് പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഡ്യുവറ്റ്സ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ഞാൻ SPB സാറിനോടൊപ്പമാണ്. എൻ്റെ ഇൻസ്പിറേഷൻ ജനിച്ച സമയം മുതൽ ഞാൻ കേട്ട് വളർന്ന ശബ്ദം. ജാനകിയമ്മയുടെ ഒരുപാട് മലയാളം പാട്ടുകളും തമിഴ് പാട്ടുകളും എല്ലാം ഞാൻ പ്രോഗ്രാംസിന് കൊച്ചിലെ മുതൽ പാടുമായിരുന്നു. പല സ്റ്റേജിലും അമ്മയുടെ പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയായിട്ടും എൻ്റെ മാനസിക ഗുരുവായിട്ടും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാളാണ്. ദാസേട്ടനെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്? എൻ്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്യണത് ദാസേട്ടൻ്റെ കൂടെയാണ്. ഞാൻ കണ്ടിട്ടുള്ള സിംഗേഴ്സിൽ വോയിസിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാസേട്ടൻ. എൻ്റെ ഒരു മൂത്ത ചേട്ടൻ്റെ സ്ഥാനമോ അച്ഛൻ്റെ സ്ഥാനമോ ഒരു ഗുരുസ്ഥാനിയും എല്ലാം ഉള്ള ഒരാളാണ് ദാസേട്ടൻ. മ്യൂസിക് അക്കാഡമിയിൽ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു കോർണറിൽ ഇരിപ്പുണ്ടാവും. ആരോടും അങ്ങനെ അധികം സംസാരിക്കുകയൊന്നും ചെയ്യാതെ. അന്ന് ഞാൻ കണ്ട അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അവാർഡ് സ്വീകരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിയ ബസന്തി എന്നുള്ള ആൽബത്തിൻ്റെ സമയത്ത് ചെയ്തതാണ്. വളരെ വളരെ ഹിറ്റായ ഒരു ആൽബമാണ്. എനിക്ക് ഹിന്ദിയിൽ പലരും എന്നെ പിയ ബസന്തി എന്ന്, ഇപ്പോൾ തമിഴ്നാട്ടിൽ ചിന്നക്കുയിൽ നിന്ന് വിളിക്കുന്ന പോലെ ഹിന്ദിയിൽ പിയ ബസന്തി എന്ന് വിളിക്കാറുണ്ട് ഈ ആൽബത്തിന് ശേഷം. ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ തമ്പുരു എനിക്ക് മ്യൂസിക് ഡയറക്ടർ AT ഉമ്മർ സാർ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അദ്ദേഹത്തിൻ്റെ സമ്മാനമായിരുന്നു ഈ തമ്പുരു. അതിൻ്റെ പ്രത്യേകത യൂഷ്വൽ തമ്പുരുണ്ട് അത്രയും വലിയ പൊക്കമുള്ള തമ്പുരു അല്ല, ചെറിയ തമ്പുരുവാണ്. 5 സ്ട്രിങ്സ് ഉണ്ട്. സാധാരണ തമ്പുരുവിൽ 4 ഉണ്ടാവാറുള്ളൂ. ഇതിന് 5 സ്ട്രിങ്സ് ഉള്ള തമ്പുരുവാണ്. അതിൻ്റെ പ്രത്യേകത അതാണ്.